ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ചെറിയൊരു ടോപ്പിക്കാണ്. ചെറിയൊരു ടോപ്പിക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാം, 2 മാർക്കിനൊക്കെ ചോദിക്കുന്ന ചെറിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഇത് പഠിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ഓർഡർ 3 ഉള്ളതിൻ്റെ ഡിറ്റർമിനൻറ്റ് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇത് ആരും സ്കിപ്പ് ചെയ്യാതെ എളുപ്പമായിട്ട് പഠിച്ചു നോക്ക്. വെറും ഒരു 5 മിനിറ്റിനുള്ളിൽ നമുക്ക് പഠിച്ചു തീർക്കാവുന്ന കാര്യമുള്ളൂ. അപ്പം പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കണം. ഓക്കെ. ഡിറ്റർമിനൻറ്റ് ഓഫ് സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 2 ഉള്ള ഒരു സ്ക്വയർ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് എങ്ങനെ കാണും, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ലാഗ് അടിക്കേണ്ട, നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഇത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. എ എന്ന് പറയുന്ന ഒരു ഓർഡർ 2 ഉള്ള ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. നമ്മൾ കണ്ടോ, ഡിറ്റർമിനൻറ്റിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. 2 വര ഇട്ടിട്ട് നടുക്ക് മെട്രിക്സ് എഴുതും. അങ്ങനെയാണ് നമ്മൾ ഡിറ്റർമിനൻറ്റിനെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ തരും, അല്ലെങ്കിൽ നമുക്ക് ഡിറ്റർമിനൻറ്റ് ഓഫ് എ എന്ന് തരും. അപ്പോൾ നമ്മൾ ഏതാണെന്ന് വെച്ചാൽ നമ്മളപ്പോൾ അവിടെ പതറിപ്പോവരുത്, ഇങ്ങനെ കണ്ടാൽ പതറിപ്പോവരുത്. അതെന്താണ്? ഡിറ്റർമിനൻറ്റ് ഓഫ് എ തന്നെയാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഡിറ്റിയെ കണ്ടുപിടിക്കാം. ആദ്യമേ നമ്മുടെ മെട്രിക്സിനെ എന്ത് ചെയ്യണം? നമ്മൾ 2 വര ഇങ്ങനെയാണ് ബോക്സിലെ നമ്മൾ മെട്രിക്സ് എഴുതുന്നത്. പക്ഷേ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുമ്പോൾ എന്താണ്? നമ്മൾ 2 വരയിൽ എഴുതണം. 1 2 3 5 എഴുതി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 1 × 5 ഇങ്ങനെ തന്നെ ചെയ്യണം. ഇങ്ങനെ തന്നെ നമ്മുടെ കൈ പോവാവും കേട്ടോ, അല്ലാതെ തിരിച്ചു പോയാൽ നമ്മുടെ ആൻസർ തെറ്റും. 1 × 5 മൈനസ് 3 × 2. എങ്ങനെയാണ്? 1 × 5 മൈനസ് 3 × 2. അവിടെ ഞാൻ ഇവിടെ എഴുതിയേക്കുന്നുണ്ടോ? അപ്പോൾ ആദ്യം 1 × 5 ചെയ്യണം. 5 കിട്ടും. മൈനസ് 2 × 3 6 എന്നും കിട്ടും. അപ്പോൾ നമുക്ക് -1 എന്ന് ആൻസർ കിട്ടി. ഓക്കെ, എളുപ്പമല്ലേ? ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. മെട്രിക്സ് നമ്മുടെ തന്നിട്ടുണ്ട്. എ മെട്രിക്സ് തന്നിട്ടുണ്ട് 5 7 4 9. അപ്പം നമ്മൾ ആദ്യമേ എഴുതി ഡിറ്റി എ = 5 7 4 9. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ തൊട്ട് 5 × 9 മൈനസ് 7 × 4. 5 × 9 മൈനസ് 7 × 4. 5 × 9 എത്രയാണ്? 45. 7 × 4 28. അപ്പം നമുക്ക് 70 എന്ന് കിട്ടും. ഇനി നോക്കിയാൽ ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാൻ. അപ്പോൾ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിച്ചിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്യണം. നമുക്ക് കമൻറ്റിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമൻറ്റ് ആരുടെയാണെന്ന് നോക്കാം. ഓക്കെ.